എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങളുടെ അടുത്ത് തീവ്രവാദത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾ വന്നാൽ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. ഈ രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ടും ഈ രാഷ്ട്രത്തിലെ ഭരണഘടന ഹിന്ദുക്കൾക്ക് അനുവദിച്ച എല്ലാ അവകാശങ്ങളും നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ലേ? ജോലിയിലെ റിസർവേഷൻ, നമ്മുടെ സ്ഥാപനങ്ങൾ നടത്താം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം. എന്തിനേറെ അറബി പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ പല കോളേജുകളിലുമില്ലേ? പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു, മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ട്. ഗുജറാത്തിൽ 2000-ഓളം നിരപരാധികളായ മുസ്ലിങ്ങൾ ക്രൂരമായി വധിക്കപ്പെട്ട് മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ആ പേരും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് മുസ്ലിം തീവ്രവാദികൾ വന്നാൽ അവരോട് തിരിച്ചെന്ന് പറയണം. ഒരു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് മുസ്ലിം പള്ളികൾ ആ സമയത്ത് തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളുടെ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും ഇവിടുത്തെ വ്യത്യസ്ത നിയമസഭകളിലെ അസംബ്ലി മന്ദിരങ്ങളിലും പ്രതിഫലിപ്പിക്കപ്പെട്ടത് വിരലിലെണ്ണാവുന്ന മുസ്ലിം MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയല്ല, മറിച്ച് മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. ഗുജറാത്തിൽ 2000-ഓളം മുസ്ലിങ്ങൾ ക്രൂരമായി വധിക്കപ്പെട്ടപ്പോഴും നമ്മുടെ നൊമ്പരങ്ങൾ ഇവിടെയെല്ലാം പ്രതിഫലിപ്പിക്കപ്പെട്ടത് മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ മുസ്ലിം ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. നല്ല ഹൈന്ദവ പത്രപ്രവർത്തകർ തന്നെയാണ് ഇതിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തകർക്കുമെതിരെ ശബ്ദിച്ചത്. നാം മറന്നു പോകരുത്. ഒടുവിൽ അതിനെ പിന്തുണച്ച ഭരണകൂടത്തെ പോലും ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ മാറ്റുവാൻ സാധിച്ചില്ലേ? നമുക്കിത് മറക്കുവാൻ കഴിയുമോ? ഈ തീവ്രവാദവും ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. കുറച്ച് 3-4 വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. 10,000-കണക്കിന് ആളുകളാണ് മരിച്ചത്. 10,000-കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട് കടുത്ത മഞ്ഞിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെന്റുകൾ യോജിച്ചുകൊണ്ട് അവിടെ അവരുടെ കണ്ണുനീരൊപ്പുവാനുള്ള ശ്രമത്തിന്റെ ഇടയിലാണല്ലോ ചില ആളുകൾ ഡൽഹിയിൽ ബോംബ് വെച്ചത്. അതോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെന്റുകളുടെ ശ്രദ്ധ മാറി ഭീകരന്മാരെ നേരിടുന്ന ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവരെന്ത് ജിഹാദികളാണെന്നാണ് പറയുന്നത്? ഒരു ബ്ലാങ്കറ്റ് ആ പാവപ്പെട്ട ആ മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നതായിരുന്നു ജിഹാദ്. ഇവരൊന്നും ജിഹാദികളല്ല. നിങ്ങൾക്കറിയോ, സെപ്റ്റംബർ 11 മുസ്ലിങ്ങൾക്ക് വരുത്തിവെച്ച നഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം. സെപ്റ്റംബർ 11 മുമ്പ് ഒരു വർഷത്തിന് മുൻപ് ഫലസ്തീൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒരു പ്രഭാഷണം നടത്തി. BBC-യും CNN-ഉം എല്ലാം അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ബിൽ ക്ലിന്റൺ പറഞ്ഞു, America can never be against Islam, even if America wants, because Islam is the fastest growing religion in America. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്ലാമിനെതിരാകാൻ സാധ്യമല്ല, അമേരിക്ക വിചാരിച്ചാൽ. കാരണം അമേരിക്കയിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. യൂറോപ്പിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ആഗോളടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. ഇതിനുശേഷം സെപ്റ്റംബർ 11 ശേഷം ഒരുപാട് പ്രഭാഷണങ്ങൾ നാം കേട്ടില്ലേ? ബുഷ്, ബ്ലെയർ, കോളിൻ പവൽ, റംസ്ഫീൽഡ് ഇവരെല്ലാം പ്രസംഗിച്ചില്ലേ? ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ യുദ്ധം ഇസ്ലാമിനെതിരാണ് എന്ന്? അവർ പറഞ്ഞത് ഇസ്ലാമിനെതിരല്ല എന്നതാണ്. മനസ്സുകൊണ്ട് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകാം, പക്ഷെ അവർക്കെല്ലാം ഒരു യാഥാർത്ഥ്യം അറിയാം. ഇസ്ലാമിന്റെ ശക്തി തോക്കിലല്ല, ബോംബിലല്ല, വാളിലല്ല, അതിന്റെ ആദർശത്തിലാണ്. ഈ ആദർശത്തിൽ ഇസ്ലാമാണ് ദ സൂപ്പർ പവർ. അവർക്കറിയാം, നമുക്കറിയില്ല. 2 രീതിയിലായിരുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാമിന്റെ വളർച്ചയുണ്ടായിരുന്നത്. ഒന്ന്, ഓരോ വർഷവും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കുടിയേറി പാർക്കും, മൈഗ്രേഷൻ. 2, അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒരുപാട് ആളുകൾ സത്യമതം സ്വീകരിക്കാറുണ്ട്. അമേരിക്കയിലെ കണക്കനുസരിച്ച് 25,000 അമേരിക്കക്കാരാണ് ഒരു വർഷം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. മൈഗ്രേഷൻ, അതായത് കുടിയേറി പാർക്കുന്നവർ ലക്ഷക്കണക്കിന് വരും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ 5% വോട്ടർമാരെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ
അമേരിക്കയിലെ ഭാവി പ്രസിഡന്റ് ആരാകുമെന്ന് മുസ്ലിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയുമായിരുന്നു. അമേരിക്കയുടെ വിദേശ നയം എന്തായിരിക്കണമെന്ന് മുസ്ലിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയുമായിരുന്നു. ആ സുവർണാവസരമാണ് ഈ ഭീകര പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവരെല്ലാം നശിപ്പിച്ചത്. ഓരോ പ്രദേശത്തെയും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഭൂരിപക്ഷത്തിന്റെ തീവ്രവാദ പ്രസ്ഥാനമാണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ തീവ്രവാദ പ്രസ്ഥാനമാണെങ്കിലും അവർ പരസ്പരം സഹകരിക്കും, പരസ്പരം സഹായിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏത് മതവിഭാഗത്തിലെ ആളുകളുണ്ടെങ്കിലും അവർ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരു മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരാൾ ഒരു ഭൂരിപക്ഷ മതവിഭാഗത്തിലെ ഒരാളെ വധിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഭൂരിപക്ഷ മതവിഭാഗത്തിലെ ആളുകൾ ആ ഭൂരിപക്ഷ മതവിഭാഗത്തിൽ തീവ്രത വളർത്തുന്ന പ്രസ്ഥാനവുമായി സഹകരിക്കും. അതേപോലെ ഭൂരിപക്ഷ വർഗീയത പ്രസ്ഥാനത്തിന്റെ ആളുകൾ വന്നിട്ടൊരു മുസ്ലിമിനെ വധിച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് വളരെ അപകടമാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്ഥാനക്കാരെ സഹായിക്കാമെന്ന് മുസ്ലിങ്ങളും കരുതും. അപ്പോൾ ഇവർ പരസ്പരം ഭൂരിപക്ഷ തീവ്രവാദം പറയുന്ന പ്രസ്ഥാനക്കാരും ന്യൂനപക്ഷ തീവ്രവാദം പറയുന്ന പ്രസ്ഥാനക്കാരും പരസ്പരം പോരടിക്കുന്നുണ്ടെങ്കിലും അവർ പരസ്പരം സഹായിക്കുകയാണ്. നാം വിഡ്ഢികളാവുകയാണ്. അത് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒട്ടകത്തിലേക്ക് കയറുവാൻ പോകുമ്പോൾ ഹബ്റാർ എന്നൊരു വ്യക്തി തള്ളിയിട്ടു. അത് കാരണമായിട്ട് പിന്നീട് രോഗം ബാധിച്ചു മരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, അന്നത്തെ ഏറ്റവും പ്രബലമായ സൈന്യത്തിലെ സേനാ നായകൻ എന്ന നിലയിൽ നിൽക്കുമ്പോൾ അതായി ഹബ്റാർ എന്ന വ്യക്തി തടവുകാരനായി പിടിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്നു. അയാൾ പ്രവാചകനോട് മാപ്പ് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ചിന്തകൾ ആ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. തൻ്റെ പൊന്നുമകൾ സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോൾ പ്രവാചകൻ എടുത്തുകൊണ്ട് നടന്നത്, ഒരു കുട്ടിയായിരുന്നപ്പോൾ ഓടിക്കളിച്ചത്, അങ്ങനെ വളർന്നു വന്ന ആ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്, അങ്ങനെ ഗർഭിണിയായ മകൾ മരിച്ചു കിടക്കുന്ന ആ ചിത്രങ്ങളെല്ലാം പ്രവാചകന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിന് മാപ്പ് കൊടുക്കുവാൻ സാധിക്കില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മാപ്പ് നൽകി. ആ മാതൃകയാണ് മുസ്ലിങ്ങളായ നാം പിന്തുടരേണ്ടത്, ഏതെങ്കിലും തീവ്രവാദികളുടെ മാതൃകയല്ല. ഒരിക്കൽ തമാമ എന്നൊരു വ്യക്തി പ്രവാചകനെ വധിക്കാനായിട്ട് കച്ചകെട്ടി നടന്ന തമാമ ഒരു തടവുകാരനായി പിടിക്കപ്പെട്ട് പ്രവാചകന്റെ മുൻപിൽ വന്നപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദേ, എന്നോട് മാന്യമായി പെരുമാറിയാൽ ഞാൻ നിന്നെ വെറുക്കില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുക്കും. പ്രവാചകനൊന്നും പറഞ്ഞില്ല. തടവുകാരനാണ് ഈ പറഞ്ഞത്. വീണ്ടും ഹാജരാക്കപ്പെട്ടു. പ്രവാചകനൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം ഹാജരാക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, തമാമ, നിനക്ക് പോകാം. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി. എന്നിട്ട് പോയി കുളിച്ച് ശുദ്ധമായി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് താങ്കളെയായിരുന്നു, എന്നാൽ ഇന്ന് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് താങ്കളെയാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഇസ്ലാമിനെയാണ്. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. ഇന്നലെ വരെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്നത് ഈ രാജ്യത്തെയാണ്. ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ രാജ്യത്തെയാണ്. ഈ ഒരു മനോഭാവം മുസ്ലിങ്ങൾക്കുണ്ടാകണം. ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട്